GDP-യിൽ ഇന്ത്യ 2 റാങ്ക് പുറകിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സാമ്പത്തിക നില പ്രശ്നത്തിലാണോ? അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും പുറകിൽ 4ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. എന്നാൽ കഴിഞ്ഞ ദിവസം IMF-ന്റെ കണക്കുകൾ വന്നപ്പോൾ ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നിന്നും 6ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വീണു. ജപ്പാനും UK-യും നമ്മുടെ മുന്നിലെത്തി. എന്താണ് ഇന്ത്യക്ക് പറ്റിയത്? നമ്മുടെ ഇക്കോണമി പുറകോട്ട് പോയോ? വാസ്തവത്തിൽ ഈ വീഴ്ച സാങ്കേതികം മാത്രമാണ്. ശരിക്കും നമ്മുടെ ഇക്കോണമി വളരുകയാണ് ഉണ്ടായത്. ഏകദേശം 7% വളർന്നിട്ടും നമ്മുടെ കറൻസിയായ രൂപയുടെ ദയനീയ സ്ഥിതിയാണ് ഇവിടെ വില്ലനായത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. IMF ഓരോ രാജ്യങ്ങളുടെയും GDP കണക്ക് കൂട്ടുന്നത് ലോക്കൽ കറൻസിയിലാണ്. എന്നിട്ട് അതിനെ ഡോളറിലേക്ക് മാറ്റിയിട്ടാണ് ഫൈനൽ കണക്ക് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ $1 എന്നാൽ ഏകദേശം 85 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 93 രൂപ എന്ന നിലയിലാണ്. രൂപയുടെ ഈ അവസ്ഥയാണ് GDP റാങ്കിങ്ങിൽ നിർണായകമായത്. രണ്ടാമത്തെ കാര്യം, ഒരു ബേസ് ഇയറിനെ ആധാരമാക്കിയാണ് GDP കണക്കാക്കുക. ഇതുവരെ ഇന്ത്യയുടെ ബേസ് ഇയർ 2011-12 സാമ്പത്തിക വർഷമായിരുന്നു. ഇക്കുറി ബേസ് ഇയർ 2022-23 ആക്കി. അതുകൊണ്ട് അല്പം ഓവർ എസ്റ്റിമേറ്റഡ് ആയുള്ള പഴയ കണക്കുകൾ ഇപ്പോൾ കൂടുതൽ റിയലിസ്റ്റിക് ആയി. എന്തായാലും അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്മൾ 4ാം സ്ഥാനം തിരിച്ചു പിടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ.